ഒരു മുംബൈയിലാണെങ്കിൽ അലീനയാണെങ്കിൽ സ്റ്റാലിനോട് പറയുകയാണ്, പപ്പ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. പൈസ ഉള്ളവന് പൈസ കൊടുത്തിട്ടും പണത്തിൻ്റെ പവർ കാണിച്ചിട്ടും യാതൊരു കാര്യവും ഒന്നും തന്നെയില്ല എന്ന് അലീന സ്റ്റാലിനോട് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം സ്റ്റാലിൻ പറയുന്നുണ്ട്, പണമുണ്ടെങ്കിലേ ഈ ലോകത്ത് എന്തും മേടിക്കാനും വാങ്ങാനും പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ പണം ആവശ്യത്തിന് മാത്രം മതി. ബാക്കിയെല്ലാം സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും നേടിയെടുക്കേണ്ടതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ അപ്പൻ ചെയ്യുന്നത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. ഇവിടെ ഒരു ചെക്ക് ഡാം പണിയുന്നത് മൂലം പാവപ്പെട്ട കുടുംബങ്ങളുടെ വീട്ടിലെ വെള്ളമാണ് അപ്പൻ ഇല്ലാതെയാക്കുന്നത്. അത് അവരുടെ ആവശ്യമാണ്. അതിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ അലീന സ്റ്റാലിനെ ഉപദേശിക്കുകയാണ്. ഇതേ സമയം സ്റ്റാലിന് അലീന തൻ്റെ ചില കാര്യങ്ങളിലൊന്നും ഇങ്ങനെ സ്വന്തം അഭിപ്രായം പറയുന്നതും ഏതു നേരവും തൻ്റെ തെറ്റ് കണ്ടുപിടിക്കുന്നതും അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റാലിന് നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ദേഷ്യം വരുന്നുണ്ടെങ്കിലും അലീന അതൊന്നും കാര്യമാക്കുന്നില്ല. തൻ്റെ പപ്പയല്ലേ, ദേഷ്യമൊക്കെ തനിക്ക് ശമിപ്പിക്കാനായിട്ട് കഴിയുമെന്ന് അലീനയ്ക്ക് നല്ല ബോധ്യമുണ്ട്. കൂടാതെ നല്ലൊരു മനുഷ്യനാണെന്നറിയാം. കുറച്ച് അഹങ്കാരവും പൊങ്ങച്ചവും മാത്രമേ ഉള്ളൂ എന്ന് അലീന മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അലീന ഇങ്ങനെ പെരുമാറുന്നത് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ ഏതു നേരവും ദേഷ്യം വന്നാലും വണ്ടിയിൽ കയറി ഹോണടിച്ച് വിളിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ അവർക്ക് അത് മനസ്സിലാകുകയും വണ്ടിയിൽ കയറുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ പറയുന്നതൊന്നും അവന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ, ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ചെയ്യുന്ന തെറ്റ് ശരിയാക്കിയെടുത്തേ മതിയാവുകയുള്ളൂ. ഇങ്ങനെ ആവശ്യമില്ലാതെ ദുശാഠ്യം പിടിച്ചിട്ടൊന്നും യാതൊരു തരത്തിലുള്ള കാര്യവുമില്ല എന്ന് അലീന നമ്മുടെ വല്യപ്പച്ചനോട് പറയുമ്പോൾ, നീ എൻ്റെ മോനെ ഇടപെടലും മാറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം വേണ്ടി വന്നാൽ മാറ്റുമെന്ന് അലീന പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ്